നമസ്കാരം. കേരളനാദം റൗണ്ടപ്പിലേക്ക് സ്വാഗതം. CPM ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് വരുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. മുസ്ലിം ലീഗ് നേതാക്കൾ സമുദായത്തിനകത്ത് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുകയാണ്. തങ്ങളെല്ലാം മലപ്പുറം ജില്ലക്കാരാണ്. മലപ്പുറത്തെ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ നിലപാടുള്ളവരാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ശിരൂരിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട് മരിച്ച അർജുനനെ കണ്ടെത്തുന്നതിനായി കൂടെ നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച് കുടുംബം. ഒപ്പം നിന്ന മാധ്യമങ്ങൾക്കും സർക്കാരിനും ഈശ്വർ മാൽപ്പയ്ക്കുമെല്ലാം നന്ദി അറിയിച്ചു. എന്നാൽ അതേസമയം അർജുന്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്ന് മനാഫ് കള്ളപ്രചാരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദ ഹിന്ദു ദിനപത്രം എടുത്തപ്പോൾ ദില്ലിയിലെ കേരള ഹൌസിൽ PR കമ്പനിയായ കൈസൺ ഗ്രൂപ്പിന്റെ CEOയും ഉണ്ടായിരുന്നതായി വിവരം. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കൈസൺ ഗ്രൂപ്പുമായി സഹകരിക്കുന്ന റിലയൻസ് ജീവനക്കാരനും മുൻ CPM MLA TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനുമാണെന്ന് വ്യക്തമായി. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ചട്ടവിരുദ്ധമായി. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കിയ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് KT ജലീൽ MLA. തനിക്കാരോടും പ്രതിബദ്ധതയില്ല, അത് കോൺഗ്രസിനോടുമില്ല, CPM-നോടുമില്ല. CPM-നോട് സഹകരിച്ചു പോകാനാണ് താല്പര്യമെന്നും KT ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്ത മിസൈലുകളിൽ ഒന്ന് പതിച്ചത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപമെന്ന് റിപ്പോർട്ടുകൾ. ടെൽ അവീവിലെ ആസ്ഥാനത്തിനു സമീപം ഒരു വൻ ഗർത്തം രൂപപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ റൗണ്ടപ്പ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.